അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 45 സൂറത്ത് യാസീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. അവിശ്വാസികളുടെ നിലപാട് വിവരിച്ചു തന്ന അവരുടെ മനസ്സിലിരിപ്പ് അള്ളാഹു ഇതിൽ വിവരിച്ചു തരാണ്. നമുക്കും അങ്ങനൊരു ഉള്ളിലിരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു അവർക്ക് പല ദൃഷ്ടാന്തങ്ങളും വശംസു തജ്രീൽ മുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ഇണകളെയും മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്ന കാര്യത്തിലും മനുഷ്യരിലും ഒക്കെ ഇണകളെ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, രാത്രി സൃഷ്ടിച്ചു, പകല് സൃഷ്ടിച്ചു, അതുപോലെ ചന്ദ്രനെ സൃഷ്ടിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മുൻഗാമികളെ വായത്തുല്ലഹുമന്ന ഹമൽന ദുരിയത്തുഹും ഫിൽ ഫുൽക്കിൽ മഷൂൻ അവരുടെ മുൻഗാമികളെ കപ്പലിൽ അള്ളാഹു താല വഹിച്ചുകൊണ്ട്, മഷൂൻ എന്ന് പറഞ്ഞാൽ നിറക്കപ്പെട്ട കപ്പൽ, നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനോടുള്ള കൽപ്പന പ്രകാരം എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വിശ്വാസികളായ മനുഷ്യരിൽ നിന്നും മനുഷ്യരുടെ എല്ലാ വിശ്വാസികളെയും ജീവജാലങ്ങളുടെ ഇണകളെയും കപ്പലിൽ കയറ്റി നിറക്കണം എന്ന് കൽപ്പിച്ചതായിട്ടൊക്കെ തഫ്സീറുകളിൽ കാണാം. അപ്പോൾ ആ കപ്പലിൽ അവരുടെ ദുരിയത്തിനെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ മനുഷ്യ സന്തതികളെ അല്ലാഹു തആല വഹിച്ചു. അങ്ങനെ ആ കപ്പൽ പോലെ വീണ്ടും പലതരത്തിലുള്ള മായിർക്കബൂൻ വാഹനങ്ങൾ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി തന്നു. ചിലപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മരത്തിൻ്റെ കപ്പലായിരിക്കാം. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു തആല കാലങ്ങളായി പുതിയ പുതിയ കടലിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഉണ്ടാക്കി തന്നു. അല്ലാഹു തആലക്ക് അതിനെ മുക്കിക്കൊന്ന് നമ്മളെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളും അള്ളാഹുവിൻ്റെ ആയത്തുകളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവരാരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ് അടുത്ത ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. അതായത് പടച്ചവൻ്റെ ആയത്തും പടച്ചവൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഓരോ സംഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ നെറ്റ് സംവിധാനങ്ങളും അതുപോലെ എല്ലാവിധ ഇൻഫർമേഷൻ കിട്ടാവുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പടച്ചവൻ നമ്മളുടെയൊക്കെ വാക്കും പ്രവൃത്തിയും
രേഖപ്പെടുത്തി ഒരു കിതാബിൽ രേഖപ്പെടുത്തി വെച്ച് അതൊക്കെ ഒരു സമയത്ത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്, അത് നമുക്ക് തന്നെ ഇത്രയധികം ലോകത്തുള്ള എല്ലാ അറിവുകളും വിരൽത്തുമ്പിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ കിട്ടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയൊക്കെ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഭാഷയിൽ ഏതെല്ലാം വിഷയത്തെപ്പറ്റി രചിച്ചിട്ടുണ്ടോ ആ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളൊക്കെ നമ്മളെ വിരലുകൊണ്ടിങ്ങനെ രണ്ടടി നെക്കിക്കൊടുത്താൽ നമുക്ക് കയ്യിലിങ്ങനെ ഏത് ഭാഷയിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ തരും. ഇനിയും വേണോ, വിശദീകരിക്കണോ, അതിനെ ചുരുക്കി പറയണോ, ഏറ്റി പറയണോ, അതിൻ്റെ മറ്റൊരു വശം പറയണോ, എല്ലാം പറഞ്ഞു തരുന്ന ഒരു കിതാബ് നമ്മളെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ പടച്ചോൻ ഈ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക എന്നത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. അപ്പോൾ അള്ളാഹു ആയത്തിങ്ങനെ നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരികയാണ്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അവരെ പറ്റി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അവരെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. എന്താണ്? ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവീൻ, മാ ബൈന ഐദീക്കും, നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും, ഉമാ ഖൽഫക്കും, നിങ്ങൾക്ക് ശേഷമുള്ളതിനെയും പിൻപിലുള്ളതിനെയും സൂക്ഷിക്കുവീൻ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെങ്കിൽ മുമ്പിലുള്ളതും പിന്നിലുള്ളതും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഈ ലോകത്തെ ജീവിതം, അതാണ് ഐദി എന്ന് പറഞ്ഞ കൈകൾ എന്ന്. അവരുടെ കൈകൾക്കിടയിലുള്ളത് എന്ന ആ ഒരു പ്രയോഗം, മുമ്പിലുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഈ പ്രസൻ്റായ ഈ ജീവിതത്തെ സൂക്ഷിക്കണം. പിന്നെ ഒമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളത് പറഞ്ഞാൽ ഇനി നമുക്ക് പിന്നിൽ വരാൻ പോകുന്ന ഒരു ലോകമുണ്ട്. ആ രണ്ട് ലോകത്തെയും സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് അവരോട് അമ്പിയാക്കന്മാരോ അതല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ അസ്ഹാബുകളോ ഹവാരിജികളോ ആരെങ്കിലും ഉപദേശികളോ വാപ്പ ഉമ്മ ഉസ്താദുമാരോ ഒക്കെ അവരോട് ഉപദേശിച്ചു കൊടുത്താൽ, അവരൊക്കെ ഇവർക്ക് ആളുകളോട് ഉപദേശിച്ചു കൊടുത്താൽ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ സത്യസന്ധരായി ജീവിക്കണം, സൂക്ഷിച്ച് ജീവിക്കണം, എന്നാൽ ദുന്യാവിലും രക്ഷയുണ്ട്, ആഖിറത്തിലും ഉമാ ഖൽഫക്കും, പിന്നെ വരാൻ പോകുന്ന ജീവിതത്തിലുമുണ്ട് എന്ന് പറയപ്പെട്ടാൽ അവർ പിന്തിരിഞ്ഞു പോകും. അതാണ് അടുത്ത ആയത്ത്. ഉമാ തഅ്തീഹിം മിൻ ആയത്തിൻ, അവർക്ക് ഒരു ദൃഷ്ടാന്തവും വന്നുകൊണ്ടിരിക്കുന്നില്ല. മിൻ ആയാത്തി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും വന്നുകൊണ്ടിരിക്കുന്നില്ല. ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ, അതിൽ നിന്നെല്ലാം അവർ പിന്തിരിഞ്ഞു കളഞ്ഞിട്ടല്ലാതെ. അപ്പം ആരെന്ത് ഉപദേശിച്ചു കൊടുത്താലും ഏത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും പിന്തിരിഞ്ഞു കളയുന്ന ഒരു കൂട്ടരാണ് ആ മനുഷ്യന്മാർ, ആ അവിശ്വാസികൾ. അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ പറയല്ല, അതായിരുന്നു അവരുടെ അവസ്ഥ. അതുപോലെ നിങ്ങളുടെ അവസ്ഥ അതായിരിക്കരുത്, പിന്തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ ചൂണ്ടിക്കാണിച്ചു തരാണ്. ഓലെപ്പോലെ ആവരുത് അതാണ്. ഇനിയും വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുവീൻ. നഫഖ അൻഫഖ എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു എന്ന്. അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുവീൻ. മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. റസഖ എന്ന് പറഞ്ഞാൽ നൽകി, തന്നു, ദാനമായി തന്നു എന്ന്. അതിൽ നിന്നാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അള്ളാഹ് തന്ന റിസ്ക്, അത് നമ്മളൊരു ഭക്ഷണം മാത്രമല്ല റിസ്ക്. നമ്മളെ ആരോഗ്യവും സമ്പത്തും ഭക്ഷണവും നമ്മുടെ ഭൂമിയും വീടും മക്കളും ഒക്കെ അള്ളാഹുവിൻ്റെ ദാനങ്ങളാണ്, റിസ്ക്കുകളാണ്. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കണം. അള്ളാഹു നമുക്ക് എന്ത് സമ്പത്ത് തന്നാൽ അതിൽ നിന്ന് ചെലവഴിക്കണം, അതിനൊരു ക്രമമുണ്ട്. അള്ളാഹു നമുക്ക് എന്ത് സുഖസൗകര്യങ്ങൾ തന്നാലും മറ്റുള്ളവർക്ക് കൂടി അത് കൊടുക്കുന്ന ഒരവസ്ഥ വേണം എന്ന് പറയപ്പെട്ടാൽ ഖാലല്ലദീന കഫറു, നിഷേധികൾ പറയും,
ലില്ലദീന ആമനു സത്യനിഷേധികളെപ്പറ്റി നിഷേധികളെന്താ പറയൽ? അനുത്തൊഴിമു നമ്മൾ തിന്നാൻ കൊടുക്കണോ, താമ് കൊടുക്കണോ? മൻ ഒരു കൂട്ടർക്ക് ലൗ യശാ അല്ലാഹു അത്അമഹു അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അള്ളാഹ് ഓൽക്ക് കൊടുക്കാഞ്ഞിട്ടല്ലേ? അവരുടെ റബ്ബ് അള്ളാഹ് ഓൽക്ക് കൊടുത്തില്ല, പിന്നെ നമ്മൾ കൊടുക്കണോ ഓൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യഹൂദികൾ അങ്ങനെ പിശുക്കന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. യഹൂദികളെ പറ്റി മാത്രമല്ല, എല്ലാവരെ പറ്റിയാണ്. പക്ഷേ യഹൂദികൾ പിശുക്കന്മാരായിരുന്നു. അവർ പറയത്രേ യദുല്ലാഹി മഗ്ലൂലത്തുൻ, അള്ളാഹുവിൻ്റെ കയ്യിൽ പൂട്ടിക്കൊടുക്കുകയാണ്. അത് അവരുടെ ഓരോരോ തിന്മകളായിരുന്നു. അപ്പം അവരെന്താ വെച്ചാൽ അവർ ദാനധർമ്മം ചെയ്യാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും പറയുമ്പോൾ അവരെ കൂട്ടത്തിലുള്ള ആൾക്ക് തന്നെ ദാനധർമ്മം ചെയ്യാൻ പറയുമ്പോൾ ദൈവം കൊടുക്കാത്ത ആൾക്ക് നമ്മൾ കൊടുക്കണോ എന്ന് അവർ പറയുമായിരുന്നു അത്ര. യഥാർത്ഥത്തിൽ അങ്ങനെ പഠിച്ചോനിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കും യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കാത്ത സമൂഹമൊക്കെ അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ദൈവം അവരെ കഴിഞ്ഞ ജന്മത്തിൽ ദരിദ്രന്മാരാക്കിയിട്ടും മോശക്കാരാക്കി അവർ ചെയ്ത തെറ്റിന് അവരിപ്പോൾ ദരിദ്രന്മാരായി ജീവിക്കുന്നു, ഇനി നമ്മൾ പോലെ നന്നാക്കിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരു നിലപാട് പല മതവിശ്വാസികൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങളിൽ പലരും വളരെ പിന്നിലാണ്. പല മതവിശ്വാസികളും ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ പിന്നിലാണ്. എന്നാൽ ഈ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. അതിൻ്റെ ഒരു വിഷയവും തന്നെയാണ് അനുത്തൊഴിമു മല്ലു യശാ അല്ലാഹു അത്അമഹു. അള്ളാഹു തആല അത്അമ എന്ന് പറഞ്ഞാൽ താഴ്മ കൊടുത്തു എന്നാണ്. പക്ഷെ അള്ളാഹു തആല ആഹാരം കൊടുക്കാൻ വിചാരിച്ച ആളുകൾക്ക് പിന്നെ നമ്മൾ കൊടുക്കണോ? അള്ളാഹു തആല കാണ്ട് കൊടുത്താൽ പോരെ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൊടുക്കണമോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറി നിൽക്കുകയാണ്. അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ദാനം എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഒരു അടുത്ത ഭാഗം തന്നെ. വിശ്വസിക്കാനും വല്ലദീന ആമനു വഅൻഫഖൂന ചെലവഴിക്കുകയും വേണം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇൻഫാക്ക്, ചെലവഴിക്കൽ. അതിന് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല, നമ്മളെ കയ്യിൽ തന്നു. നമ്മളെ കയ്യിൽ തന്നത് നിർബന്ധമായി ചെലവഴിക്കേണ്ട സക്കാത്ത് ഉണ്ട്. എന്നാൽ ചിലപ്പോൾ സക്കാത്ത് പോലെ തന്നെ നിർബന്ധമായി കൊടുക്കേണ്ട സന്ദർഭങ്ങൾ വേറെ ഉണ്ടാകും. ഞാൻ എൻ്റെ സക്കാത്തൊക്കെ കൊടുത്തു തീർന്നിട്ടുണ്ട്, 2.5% ക്ലിയറാണ്, ഇനി 99.7% തൊടൂലാതിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് നിർബന്ധിത സാഹചര്യത്തിൽ അതിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ടി വരും. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗവും സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരാവശ്യവുമാണ്. ആ കാര്യം അവരോട് പറഞ്ഞാൽ അവർ പുറന്തിരിഞ്ഞ് നിന്നിട്ട് പടച്ചോൻ കൊടുത്ത വിചാരിക്കുകയാണെങ്കിൽ ഓർക്ക് കൊടുത്തൂടെ, നമ്മൾ കൊടുക്കണോ എന്നവർ പറയും. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, നിങ്ങൾ മഹാവഴികേടിലാണ് എന്നവർ കൊടുക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ വലിയ വഴികേടില്ല, പടച്ചോൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുത്തൂടായിരുന്നോ? പിന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് നിങ്ങൾ ഓർക്ക് കൊടുക്കണോ എന്നിങ്ങനെയുള്ള ഒരു സാമൂഹ്യ സേവനവും സമൂഹത്തിന് സഹായിക്കാനുള്ള മനോഭാവമില്ലാത്തവർ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളൊക്കെയാണ് അവർ എന്ന് പറഞ്ഞാൽ ആ ഖുർആനിൻ്റെ സംബോധിതരായി ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾ. അതെന്തിനാ അള്ളാഹ് പറഞ്ഞത്? നിങ്ങളും അങ്ങനെ ആവരുത്, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിന്തിരിയാൻ പാടില്ല, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം, പാവപ്പെട്ട ആളുകളെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കണ്ടെത്തണം. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും, മതാ ഹാദൽ വഅദു, ഈ താക്കീത് എപ്പോഴാണ്? വഅദ് എന്ന് പറഞ്ഞാൽ താക്കീത് അല്ലെങ്കിൽ കരാറ്. അതായത് നിങ്ങൾ ലോകം അവസാനിക്കും, എന്നിട്ട് നിങ്ങൾ മരിച്ചു പോകും, എന്നിട്ട് നിങ്ങൾ വിചാരണ ചെയ്യും, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നരകം കിട്ടും, ഈ തരത്തിലുള്ള കരാറ് എപ്പോഴാണ് എന്ന് അവർ ചോദിക്കും. എപ്പോഴാതൊക്കെ? മതാഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാണ് ഈ വഅദ, ഈ കരാറ് വന്ന് ഭവിക്കുക എന്ന് നബിമാരോട് അവർ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം,
ഒരു കാര്യത്തിൻ്റെ അതെ മതാദൽ ഫത്തഹ് എന്ന് പറഞ്ഞാൽ ഈ ഫത്തഹ് എന്ന് പറഞ്ഞാൽ പിന്നെ സത്യവിശ്വാസികൾ വിജയിച്ചു വരികയും അവിശ്വാസികൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ഫത്ത് ആശയമൊന്നും തന്നെയാണ്, ആശയം തന്നെയാണ്. അപ്പോൾ ഈ ഫത്തഹ് എന്ന് പറയുന്നത്, ഈ ഫത്തഹ് എപ്പോഴാണ് നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ പറയും എപ്പോഴാണ് ഫത്തഹ്? ഖുൽ യൗമുൽ ഫത്തഹി ലാ യൻഫഉല്ലദീന ഈമാനുഹും യൻഫഉല്ലദീന കഫറു ഈമാനുഹും വലാഹും യുൻളറൂൻ. ആ ഫത്തഹിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ശരിയും തെറ്റും വേർതിരിക്കുന്ന പരലോക ദിവസമാണ്. അന്ന് ഈമാൻ കൊണ്ട് അവിശ്വാസികൾക്ക് അവരെ ഈമാൻ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ ഫത്തഹും അള്ളാഹു നിശ്ചയിച്ച ആ ദിവസം തന്നെയാണ്. ഫത്തഹ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തുറവി എന്നാണ്. തുറവി, ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, ഫാത്തിഹ ആരംഭം, ഖുർആനിൻ്റെ ആ തുടക്കം, തുറവി, മിഫ്താഹ് തുറക്കുന്ന ഉപകരണം, താക്കോലിന് മിഫ്താഹ് എന്നാ പറയാം. അപ്പോൾ അത് ഇതന്നെയാണ് അള്ളാഹുവിൻ്റെ ഒരു ഫത്തഹ് കിട്ടുക എന്ന് പറയും. ആവട്ടെ, അപ്പോൾ അവർ അങ്ങനെ പറയും. മാ യൻളുറൂന, അവരോടാണ് അള്ളാഹു തആല പറയുന്നത്. അവരോട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു മനോഭാവം, അതായത് നിങ്ങൾ സൂക്ഷിക്കണം, മുന്നിലുള്ളതും പിന്നിലുള്ളതുമായ രണ്ട് ലോകം സൂക്ഷിച്ച് ജീവിക്കണം, എന്നാലേ റഹ്മത്ത് കിട്ടുള്ളൂ, നിങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ മാ യൻളുറൂന, അങ്ങനെയുള്ള ആളുകൾ കാത്തിരിക്കുന്നില്ല. നളറ നോക്കി, മാ യൻളുറൂന അവർ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ നോക്കിയിരിക്കുന്നില്ല. ഇല്ലാ സൈഹത്തൻ വാഹിരത്തൻ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ. സൈഹത്ത് എന്ന് പറഞ്ഞാൽ അട്ടഹാസം, വലിയ ശബ്ദം. ഇല്ലാ സൈഹത്തൻ വാഹിരത്തൻ, ഒരൊറ്റ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാശബ്ദമല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കിയിരിക്കുന്നില്ല. തഅഖുദുഹും, അവരെ ആ ശബ്ദം പിടികൂടും. വഹും യഖിസ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കെ. യഖിസ്സിമൂൻ എന്ന് പറഞ്ഞാൽ ഇഖസ്സമ എന്ന് പറഞ്ഞാൽ അവർ തർക്കിക്കുക, തഹാസമ. അതായത് നമ്മളിങ്ങനെ ലോകത്ത് ജീവിതത്തിൽ അങ്ങാടിയിലും നാട്ടിലും എല്ലാ വിഷയത്തിലും തർക്കമാണല്ലോ. തർക്കവും വർത്തമാനങ്ങളും പറഞ്ഞ് അങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒഴുക്കിൽ കൂടി തർക്കിച്ചും ബഹളം വെച്ചും ജീവിക്കുന്നതിനിടയിൽ ഒരു മഹാശബ്ദം വരും. ആ ശബ്ദത്തോടു കൂടി നമ്മൾ മരിച്ചു പോകും. അള്ളാഹു ഈ മാ യൻളുറൂന ഇല്ലാ സയ്യത്തും വാഹിരത്തും എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ പറ്റിയാണ്. ഖിയാമത്ത് നാളിൽ ആ ഒരു അട്ടഹാസം കേൾക്കുമ്പോൾ എല്ലാവരും തകർന്ന് വീഴുമെന്നാണ്. സൂറിൽ ഊതുന്നതിനെ പറ്റിയാണ് അന്നഫ്ഖത്തു ഫി സൂർ എന്ന്. അതായത് ഒരു വിളംബരം, ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് അറിയിച്ചുകൊണ്ട് എല്ലാം തട്ടിത്തകരുന്ന ഒരു മഹാശബ്ദം, അതാണ് തഅഖുദുഹും, അതവരെ പിടികൂടും അല്ലെങ്കിൽ അവരെ ബാധിക്കും. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചും അലക്ഷ്യമായും ജീവിച്ചു കൊണ്ടിരിക്കെ, അവർക്ക് ചിന്തിക്കാത്ത. യതശാജറൂന ഫീമാ ബൈനഹുന്ന, എല്ലാം തർക്കമാണല്ലോ. ഏത് വിഷയത്തിലും തർക്കവും ബഹളവുമായി അങ്ങനെ അശ്രദ്ധമായി പരലോകത്തിനെ പറ്റി ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതിനിടയിൽ ഖിയാമത്ത് നാൾ പിടികൂടും. അതാണ് ഫലാ യസ്തതിഊന, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല തൗസിയത്തൻ, അവർക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യാൻ. അതായത് നേരത്തെ അറിയില്ല, പെട്ടെന്നായിരിക്കും അവർക്ക്. തഅതിയഹുമുൽ അദാബു ബഗ്ത, ശിക്ഷ അവർക്ക് പെട്ടെന്ന് പിടികൂടും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു തൗസിയത്ത്, ഒരു ഉപദേശം, ഒരു വസിയത്ത് ചെയ്യുക, ഇന്നതിങ്ങനെ ആവണം, ഇന്നതാവണം, അതിന് പോലും കഴിയില്ല. വലാഹും വലാ ഇലാ അഹ്ലിഹിം യർജഊൻ, അവരുടെ കുടുംബങ്ങളിലേക്ക് അവർ തിരിച്ചു പോവുകയുമില്ല. അള്ളാഹു പറയുന്നൊരു ദിവസം എന്നാണ്, എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹിനെ വിവരിക്കുന്നത് ഇതാണ്. പെട്ടെന്ന് ജീവിതത്തിൻ്റെ കോലാഹലങ്ങളും തർക്കങ്ങളുമായി ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു സൈഹത്ത്, നഫ്ഖത്തും ഫി സൂർ, സൂറിലെ ഊത്ത് കേൾക്കും, എല്ലാവരും മരിച്ചു വീഴും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്താനോ പോലും കഴിയാത്ത ഒരു പെടുന്നനെയുള്ള സംഭവമായിരിക്കും അത്. അതാ വലാഹും ഇലാ അഹ്ലിഹിം യർജഊൻ. അപ്പം ഇതാണ് അള്ളാഹു ഈ ലോകത്തിൻ്റെ രണ്ട് നഫ്ഖത്തുണ്ട് എന്ന് കാണാം. ഒന്നാമത്തെ നഫ്ഖത്ത് മനുഷ്യരെല്ലാം
മരിച്ചു വീഴുന്ന നഫ്ഖത്ത്, രണ്ടാമത്തെ നഫ്ഖത്ത് പറഞ്ഞാൽ ഊത്ത്, അതായത് ഈ വിളംബരം. ഒന്നാമത്തേത് ജനങ്ങൾ മരിച്ചു വീഴുന്ന വിളംബരം, രണ്ടാമത്തേത് പുനർജനിക്കുന്ന വിളംബരം. അതാണ് ഫലാ യസ്തതിഊന തൗസിയത്തൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അതാണ് അന്നഫ്ഖത്തുൽ ഊല. ഒന്നാമത്തെ വിളംബരം ഊത്ത് എന്ന് പറയുന്നത് നഫ്ഖത്തുൽ ഫസഇ വൽ മൗത്ത്, ഭയപ്പാടിൻ്റെയും മരണത്തിൻ്റെയും വിളംബരമാണ്. വഹാദിഹി, പിന്നീട് പറയുന്ന വിളംബരം നഫ്ഖത്തുൽ ബഅസി വൻ നുശൂർ, അത് പുനർജന്മത്തിൻ്റെ വിളംബരമായിരിക്കും. അപ്പോൾ രണ്ട് ഊത്ത് അല്ലെങ്കിൽ രണ്ട് വിളംബരം, രണ്ട് അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ട് അലാരം, ഇതൊക്കെ തകരാൻ പോകുന്നിടത്ത് ഉണ്ടാകും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് വരുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂർ, ഇനി സൂറിൽ ഊതപ്പെടും. അതാ വാക്കിൻ്റെ അർത്ഥം അതാണ്. സൂറ് എന്ന് പറഞ്ഞാൽ കാഹളം. കാഹളത്തിൽ ഊതപ്പെടും എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യപ്പെടും. അതാണ് വിളംബരം. ഇസ്രാഫീൽ വിളംബരം നടത്തും. ഫഇദാഹും, അപ്പോഴതാ അവർ, ഫഇദാ അപ്പോൾ, ഹും ആ മനുഷ്യരെല്ലാം, മിനൽ അജ്ദാസി അവരുടെ ജദസുകളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക്, അവരുടെ ഖബറുകളിൽ നിന്ന്, യൻസിലൂൻ അവർ ഒഴുകിക്കൊണ്ടിരിക്കും. യൻസിലൂൻ എന്ന് പറഞ്ഞാൽ അവർ അതിവേഗത്തിൽ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹു നിശ്ചയിച്ച ഒരു ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അത് വേറെ സൂറത്തുകൾ കാണാം. കഅന്നഹും ഇലാ നുസുബിൻ യൂഫിളൂൻ, ഏതോ ഒരു നാട്ടയിലേക്ക് അതിവേഗത്തിൽ ഓടിച്ചെല്ലുന്ന പോലെയെന്ന്. അപ്പോൾ ഏതോ കുത്തിവെച്ച ഒരു നാട്ടയിലേക്ക് ഓടിക്കൂടുന്ന പോലെ അള്ളാഹുവിൻ്റെ വിചാരണ നടക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യരെല്ലാം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അതിവേഗത്തിൽ, യൻസിലൂൻ എന്ന് പറഞ്ഞാൽ നസല യൻസിലൂന്ന്, അതായത് ഊർന്നൊഴുകാന്ന്, അതായത് എവിടെയും തടസ്സമൊന്നുമില്ലാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഖബറുകളിൽ നിന്ന്. ജദസ് എന്ന് പറഞ്ഞാൽ ഖബറുകളാണ്. അവരുടെ ഖബറുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഖാലു അവർ പറയുകയും ചെയ്യും. എന്താ പറയുന്നത്? യാ വൈലത ഞങ്ങളുടെ നാശമേ, യാ വൈലന ഞങ്ങളുടെ നാശമേ, മൻ ബഅസന ആരാണ് ഞങ്ങളെ ഈ പുനർജനിപ്പിച്ചത്, മിൻ മർഖദിന ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന്, ഹാദാ മാ വഅദർ റഹ്മാൻ ഇത് അള്ള കരാറ് ചെയ്തത് തന്നെയാണ്. അതൊരു പക്ഷേ അവരെന്നെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനമായിരിക്കാം. യാ വൈലന മൻ ബഅസന മിൻ മർഖദിന, മർഖദ് എന്ന് പറഞ്ഞാൽ റഖദ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയെന്ന, ആ ഉറക്കം മരണത്തിൻ്റെ ഉറക്കത്തിനാണ്, ചലനമില്ലാതെ. നവറല്ലാഹു മർഖദഹു എന്നൊക്കെ പറയലുണ്ട്. അതായത് ചലനമില്ലാതെ കിടക്കുന്ന അതാ മർഖദ്. നമ്മളിവിടെ ഉറങ്ങിക്കിടക്കുന്ന ഈ ജീവനില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിച്ചത് ആരാണ്, ഞങ്ങളെ ഈ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് ഒരു പ്രത്യേക അള്ളാഹു നിശ്ചയിച്ച റബ്ബിൻ്റെ അടുത്തേക്ക് അവർ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കും. ഹാദാ മാ വഅദർ റഹ്മാൻ ഇത് റഹ്മാനായ കരുണാനിധിയായ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. വസദഖൽ മുർസലൂൻ മുർസലുകൾ സത്യമായി പറഞ്ഞു തന്നതുമാണ്. അപ്പോൾ അതൊരു പക്ഷേ അള്ളാഹുവിൻ്റെ വചനമായിരിക്കും. നിങ്ങളൊന്നും ബേജാറാണ്ട, ഉറക്കി എഴുന്നേൽപ്പിച്ചത് ആ റഹ്മാൻ വാഗ്ദാനം ചെയ്ത പുനർജന്മമാണ്, മുർസലീങ്ങളിത് സത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇൻകാനത്ത് ഇല്ലാ സ്വയ്യത്തും വാഹിദ അതൊരൊറ്റ മഹാശബ്ദമായിരിക്കും, മട്ടഹാസമായിരിക്കും. ഫഇദാഹും അപ്പോഴതാ അവർ ജമീഉൻ എല്ലാവരും ലദൈന മുഹ്ളറൂൻ മുഹ്ളറൂന ലദൈന നമ്മളുടെ അടുക്കൽ ഹാജരാക്കപ്പെടും. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഒരവസ്ഥ പറയുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന പിന്തിരിഞ്ഞു പോവുകയും അവഗണിക്കുകയും അള്ളാഹു ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞത് കഴിയുന്നത്ര ദാനധർമ്മത്തിലൊന്നും ഏർപ്പെടാതെ ജീവിക്കുകയും ചെയ്താൽ അവസാനം ഇത് നമുക്കും അനുഭവിക്കേണ്ടി വരും. അതാ ഫല്യൗമ അന്ന് ആ ദിവസം ലാ തുളലമു നഫ്സുൻ ഒരു ആത്മാവും ആക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല. ഷെയ്അൻ
ഒരു അല്പം പോലും അനീതി ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്ന് പറഞ്ഞല്ലോ. അണുമണിത്തൂക്കം നമ്മൾ നന്മ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ കിട്ടും, അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, അതവിടെ ഉണ്ടാകും നമുക്ക് പ്രതിഫലമായി. അതല്ല, തെറ്റ് ചെറിയതാണെങ്കിലും അതവിടെ രേഖയിൽ കാണും. അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അനുഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതാ ലാ തുളലമു നഫ്സുൻ ഷൈഅ, ഒരു ആത്മാവും ഒന്നും തന്നെ അല്പം പോലും അനീതി കാണിക്കപ്പെടുകയില്ല. വലാ തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലമാണ്, പ്രതിഫലം നൽകപ്പെടുകയുമില്ല. ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ. നമ്മൾ പ്രവർത്തിക്കാതെ നമ്മൾ അമൽ ചെയ്യാതെ മരിച്ചു പോയിട്ട് നമുക്ക് മരണശേഷം ജീവിച്ചിരിക്കുന്നവരൊക്കെ മക്കളും കുട്ടികളും കുടുംബക്കാരും നാട്ടുകാരൊക്കെ കുറേ അമൽ ചെയ്താണ്ട് അയച്ചോളും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റൂല എന്നർത്ഥം. അതാണ് പൊതുവേ കുറേ ആളുകളുടെയൊക്കെ ഒരു ധാരണ. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ചെയ്തിട്ട് ഇലാഹനിറത്തിയാക്കിയാണ് വിടും, ഇന്ന റൂഹിൻ്റെ ഹദറത്തിലേക്ക്, ഇന്ന ഹദറത്തിലേക്ക്, അങ്ങനെ ഒരു ഫാത്തിഹ ഓതി 100 ഹദറത്തിലേക്കാണ് വിട്ടാൽ ആ ഹദറത്തിലെത്തി അവിടെ രക്ഷപ്പെടുന്നൊന്നും വിചാരിക്കണ്ട. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസ വ ഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റ. അതാണ്, ആരും മറ്റൊരാളുടെ പാപം വഹിക്കുകയില്ല, നമ്മളെ തെറ്റി നമ്മൾ തന്നെ വഹിക്കണം. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, നമുക്ക് നമ്മൾ ചെയ്തതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്തു വെക്കണം സൽക്കർമ്മങ്ങളായിട്ട്. അത് നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും. ചെറിയ ഒരു നന്മ കൊണ്ട് ഒരുപാട് രക്ഷപ്പെടും. അതുകൊണ്ടാണ് നബി ഇല്ലാമാ സഅ എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ മരിച്ചു പോയാൽ മതി, ആ കർമ്മങ്ങൾ ഇവിടെ ഇങ്ങനെ എന്നും നിലനിൽക്കും. നമ്മളെ മക്കൾ നല്ല വഴിക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് അവരെ ബോധവാന്മാരാക്കിയിട്ട് നമ്മളാണ് മരിച്ചു പോയാൽ ആ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ ചെയ്യുന്ന പോലെയാണ് അവരുടെ അമലുകളുടെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ചെയ്ത് വല്ലതും ആളുകൾക്ക് വല്ലതും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനൊരു മൈക്കും സ്റ്റേജും ബാനറും ഒന്നും ആവശ്യമില്ല. നമ്മളെ മക്കൾക്കോ ഭാര്യക്കോ നല്ല നിലയ്ക്ക് ജീവിക്കാത്ത ആളുകൾക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, അതനുസരിച്ച് അവനങ്ങനെ പറഞ്ഞു. പല ആളുകളും നമ്മളിപ്പോൾ ക്ലാസ്സിൽ, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു ക്ലാസ് ഉണ്ട്, വാ ഒരാളെ ക്ലാസ്സിന് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത പ്രാവശ്യം അവൻ നമ്മളെ നിർബന്ധത്തിന് വന്നു, രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി കേൾക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതൊരു പതിവായി, പിന്നെ പഠിക്കലൊക്കെ തുടങ്ങി, ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി. നമുക്കൊരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ്, ഇന്ന് ക്ലാസ് ഉണ്ട് പോവുക, ഒറ്റ വാക്കേ ഉണ്ടായുള്ളൂ. പക്ഷെ ആ ഒരു വാക്ക് നമ്മൾ മരിച്ചാലും ആ ഒരു വാക്കിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, കലാകാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പഠിപ്പിച്ച ഇൽമ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കുറേ കെട്ടിടങ്ങളും വലിയൊരു സംഭവമാക്കല്ല. നമ്മൾ കൂട്ടത്തിൽ ബസ്സിലിരിക്കുമ്പോൾ ഓട്ടോറിക്ഷയിലിരിക്കുമ്പോൾ നമ്മളെ സൗഹൃദത്തിലും ബന്ധത്തിലൊക്കെ നമ്മളൊരു ഫോൺ മെസ്സേജ് അയക്കുമ്പോൾ ഉത്തരം മതി. ഒരു തെറ്റായ ഒരു മോശപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് വരികയാണെങ്കിൽ ഒറ്റ വാക്ക്, ഇതൊന്നും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം, ഇതത് പ്രചരിപ്പിക്കരുത് കേട്ടോ, അത് തെറ്റാണ്, ശരിയല്ല, അത് ശരിയാണ്, അത് വെറുതെ വേണ്ടി ചെയ്തില്ല, സോറി ഞാൻ ഇനി ചെയ്യൂല, അതൊരു നല്ല മെസ്സേജാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ദഅവത്ത് അതാണ്. ഇനി നമ്മൾ ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിയും, അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ. അതൊക്കെ നമ്മളുടെ ഇൽമ്, അതാണ് ആ ഇൽമുൽ യുൻതഫഉ ബിഹി, നമ്മളിൽ നിന്ന് കിട്ടിയ അറിവ് ആരെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ
അവരുടെയൊക്കെ സൽക്കർമ്മങ്ങൾ നമുക്കും കിട്ടിക്കൊണ്ടിരിക്കും, അവർക്കൊന്നും കുറയില്ല. അതുപോലെ നമ്മൾ ചെയ്തു വെക്കുന്ന സദഖത്തുൽ ജാരിയ, നല്ല എന്തെങ്കിലും ദാനധർമ്മങ്ങൾ, ഒരു നല്ല കാര്യം ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഒരു മരം കുഴിച്ചിട്ടാൽ പോലും, ഒരു പള്ളി എടുക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂല, ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, ഒരു കിണറുത്തി കൊടുക്കാൻ കഴിയൂല എന്ന് വിചാരിക്കുക. എന്നാൽ നമ്മളൊരു മരത്തൈ വഴിയിൽ കുഴിച്ചിട്ടാൽ പോലും ആ മരം വളർന്ന് അതിമ കിളികളിരിക്കുന്നു, അതിലുമ്പോൾ പഴം ഉണ്ടാകുമ്പോൾ അത് കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു, ആരോ അതിൻ്റെ തണലത്തിരിക്കുന്നു. അങ്ങനെ ജീവികൾ അതിൻ്റെ വീണ് കിടക്കുന്ന ഭക്ഷണങ്ങൾ തിന്നുന്നു. അതൊക്കെ ആർക്കൊക്കെ ഉപകാരപ്പെടും. നമുക്ക് നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത ഉപകാരം ഒരു മരം 10 കൊല്ലോ 100 കൊല്ലോ നിൽക്കുകയാണെങ്കിൽ കിട്ടും. അതൊരു സതുദ്ദേശത്തോടു കൂടി ഒരു മരം കുഴിച്ചിട്ടാൽ പോലും നമുക്കതുകൊണ്ട് ഒരു സദഖത്തുൻ ജാരിയയാണ്. പള്ളി എടുക്കുക, മദ്രസ എടുക്കുക എന്നുള്ളത് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ല, നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു ധർമ്മം, നല്ല കാര്യം, ഒരു കിണർ, ഒരു വെള്ളമില്ലാത്തൊരു കൂട്ടർക്ക് എവിടെയെങ്കിലും ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ ആ കിണർ ഉപയോഗപ്പെടുത്തും. നമ്മൾ ഉപയോഗിക്കുന്ന കിണർ ഏതോ നല്ല മനുഷ്യന്മാർ നമുക്ക് കുത്തി തന്നതാണ്. നമ്മളിരിക്കുന്ന മരച്ചുവട് ആരോ ഉണ്ടാക്കി വെച്ച മരമാണ്. നമ്മൾ തിന്നുന്ന കായ ആരൊക്കെയോ കുഴിച്ചിട്ടുണ്ടാക്കിയ കായാണ്. അവരെന്നോ മരിച്ചുപോയി, അവരെ ഓർമ്മ പോലും ഇല്ല, പക്ഷേ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർക്കത് കിട്ടും. അപ്പോൾ സദഖത്തുൻ ജാരിയായിട്ട് അതല്ല, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു പേരും പെരുമയൊന്നും അറിയാതെ ധർമ്മം കൊടുത്താൽ, നല്ല മക്കളുണ്ടാക്കിയ നിലനിൽക്കുന്ന ധർമ്മം, നല്ല മക്കൾ, അതുപോലെ അറിവ് ജനങ്ങൾക്ക് കൊടുത്താൽ അത് നമ്മളുടെ കർമ്മത്തിൽ എന്നും നമ്മൾ മരിച്ചാലും നമ്മുടെ കർമ്മങ്ങളായി നിലനിൽക്കും. അപ്പോൾ അതൊക്കെയാണ് അല്ലാഹു തആല ഇവിടെ നമുക്ക് ഇതിൽ കൂടി സൂചന നൽകുന്നത്. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്തു വെച്ചതല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂല. വേറെ ആരെങ്കിലും എന്തേലും ചെയ്യും എന്ന് കരുതി, അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട്, എൻ്റെ കുടുംബങ്ങൾ എൻ്റെ പണത്ത് എടുത്തിട്ട് കുറേ ആളുകളെ കൊണ്ടുവന്ന് ദ്വാരപ്പിച്ചോളും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തോളും, അതൊക്കെ ചിലപ്പോൾ അല്ലാഹു തആല കിട്ടൂലേ, നമുക്കൊന്നും അങ്ങനെ ഇത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാലോ ഒരുപക്ഷെ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് സ്വീകരിച്ചാൽ രക്ഷ കിട്ടും. പക്ഷേ ഇന്ന് ഈ നടക്കുന്ന തരത്തിൽ മരിച്ചവർക്ക് വേണ്ടി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്നിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും അത് എൻ്റെ ബാക്കിയുള്ളവരുണ്ട്, അത് നമ്മൾ കാത്തിരിക്കരുത്. നമ്മളൊരു ചെറിയ കർമ്മങ്ങൾ ചെയ്താൽ പോലും വലിയ കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരുപാട് കാര്യമുണ്ടല്ലോ. ദിക്റുകൾ, തസ്ബീഹുകൾ, അതുപോലെ മനുഷ്യന്മാരെ സഹായിക്കൽ. ഒരു 10,000 ഒന്നും കൊടുക്കണ്ട, ചിലപ്പോൾ ഒരു മനുഷ്യനെ ഒരു 2 അക്കം 3 അക്കം സഹായിച്ചാൽ പോലും ചിലപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പം അതാണ് വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്തു വെച്ചതല്ലാതെ, അമൽ ചെയ്തതല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും അപ്പം പരലോകത്തെത്തി മനുഷ്യന്മാർ. ദുനിയാവിൽ ഉപദേശിച്ച് കുറേ ആളുകൾ പിന്തിരിഞ്ഞു, കുറേ ആളുകൾ സ്വീകരിച്ചു, അങ്ങനെ വന്നിട്ട് പരലോകത്തേക്ക് ഇസ്രാഫീൽ വിളംബരം ചെയ്തു, മരിച്ചു വീണു. മറ്റൊരു വിളംബരത്തിൽ കൂടി നമ്മൾ ഫൈദാഹും മിനൽ ജിദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിങ്കലേക്ക് ഓടിക്കൂടി അവിടെ വിചാരണ കഴിഞ്ഞു. ഫരീഖും ഫിൽ ജന്ന, ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടർ നരകത്തിലേക്ക്. ഇനി ആ സ്വർഗവാസികളെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ഇന്ന അസ്ഹാബൽ ജന്ന, ആ സ്വർഗത്തിൻ്റെ ആളുകൾ, അൽയൗമ, ഈ ദിവസം, അതായത് ആ വിചാരണ കഴിഞ്ഞിട്ടുള്ള ആ ദിവസം, ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ, അവർ ഓരോ ശുഗലുകളിലായി സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് സന്തോഷകരമായി കിട്ടുന്ന ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളും, ശുഗല് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ശുഗില്ല പറഞ്ഞാൽ ഞാൻ ഒരു ജോലിയില്ല. അപ്പോൾ പല ജോലികളിലുമായി അവർ സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് സ്വർഗവാസികൾ. അള്ളാഹു വരാൻ പോകുന്ന ആ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഫി ശുഗുലിൻ ഫാക്കിഹൂൻ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുകയാണ്. അവരുടെ ജോലിയിൽ അവർ വ്യാപൃതരായി സന്തോഷിച്ചിരിക്കുകയായിരിക്കും. ഹും, അവരും
വ അസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൽ തണലുകളിൽ അലൽ അറായിക്ക് നല്ല സോഫകളിലായി മുത്തക്കിഊൻ ചാരിയിരിക്കുന്നവരായിരിക്കും. അതൊക്കെ അവർക്ക് ആ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാവുന്ന സ്വർഗീയ സുഖം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല തണലുകൾ, ആ തണലിലിങ്ങനെ ചാരിയിരുന്ന്, അതൊക്കെ ഇന്നും എത്രയൊക്കെ ശീതീകരിച്ച മുറികളും അതുപോലെ മട്ടുപ്പാവുകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നല്ല തണലത്ത് ചാരിയിരുന്ന് സന്തോഷിക്കുക എന്നുള്ളത് ഒരു സ്വർഗീയ ജീവനം തന്നെയാണ്. അതിനു വേണ്ടിയാണ് റിസോർട്ടുകളും സൗകര്യമുള്ള കേന്ദ്രങ്ങളും ആഹ്ലാദ കേന്ദ്രങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കി വെക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയാലും കാടും പന്തിയും തണലും നല്ല ശീതള ചായയിൽ ചാരിയിരുന്ന് സുഖിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. അതാ കാട്ടറബികളോട് ആ സ്വർഗത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാവുന്ന, അവർക്ക് ശീതീകരിച്ച മുറികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. സൗകര്യമുള്ള ആധുനിക സൗകര്യങ്ങളുള്ള കാരണം അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവുന്ന ആ കാര്യത്തിൽ കൂടി ഏറ്റവും ഉയർന്ന ഒരു ജീവിതം, അതാ ളിലാല് എന്ന് പറഞ്ഞാൽ തണല് എന്ന്. ളിലാൽ തണലുകളിൽ അവരും അവരുടെ ഇണകളും അലൽ അറായിക്ക്, അരീക്കത്ത് എന്ന് പറഞ്ഞാൽ കട്ടിലുകൾ, സോഫകൾ എന്നൊക്കെയാണ്. അരീക്കത്തുകളിൽ മുത്തക്കിഊൻ ചാരിയിരുന്നു കൊണ്ട് സുഖിക്കുന്നു. അതായത് കട്ടിലിൽ ചാരിയിരുന്ന് സോഫകളിൽ ചാരിയിരിക്കുക എന്നുള്ളത് ഒരു സുഖജീവനത്തിൻ്റെ സിമ്പലാണ്. അപ്പോൾ അവർ സുഖജീവിക്കുന്നു, അവരും അവരുടെ ഇണകളും. ഒരുപക്ഷെ അവരുടെ നമ്മളെ ഭാര്യമാരെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരെ നല്ല വിശ്വാസികളുമായി നമ്മൾ ഉപദേശിച്ച് വളർത്തി നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ആ സ്വർഗീയ ജീവിതത്തിൽ ഇവിടെ പോലെ തന്നെ സുഖമായി ജീവിക്കാം. അപ്പോൾ ഭാര്യമാരെ കൂടി അല്ലെങ്കിൽ ഇണകൾ, ഭാര്യമാരെന്നല്ല അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകളാണ്. അപ്പോൾ ഇണകളെ കൂടി അവരുടെ നന്മയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം എന്ന ഒരു സൂചന കൂടി അതിലുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇണ എന്ന് പറയുന്നത്. അസ്വാജ്, ഇണ. ഇന്നിപ്പോൾ ഇണ വേണ്ട, ആണിന് ആണും പെണ്ണിന് പെണ്ണും മതി എന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ മനുഷ്യൻ്റെ പ്രകൃതം, അള്ളാഹു മനുഷ്യനെ ഊട്ടപ്പെട്ടത് ഒരു ഇണത്തുണകളായി ജീവിക്കുക. എനിക്കൊരു പെൺതുണ, ഒരു പെണ്ണിനൊരു ആൺതുണ, അതാണ് മനുഷ്യൻ്റെ ജീവിതം ആഗ്രഹിക്കുന്ന തേട്ടം. ആ ആഗ്രഹങ്ങളിലായി അവരുടെ ഇണകളും അവരും അലൽ അറായിക്ക് മുത്തക്കിഊൻ, അവർ ചാരിയിരുന്ന് സോഫകളിൽ ചാരിയിരിക്കുന്നു. ലഹും ഫീഹാ ഫാക്കിഹത്തുൻ, അവർക്കതിൽ നല്ല പഴങ്ങളുണ്ടായിരിക്കും. വലഹും മാ യദ്ദഊൻ, അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കുണ്ടായിരിക്കും. എനിക്കിന്നത് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കിട്ടുന്ന ഒരു ജീവിത സുഖം എന്ന് പറഞ്ഞാൽ അല്ലലും. ഖുർആനിൽ സ്വർഗത്തിനെ പറ്റി പറഞ്ഞിടത്ത് ലാ ലഗവും ഫീഹാ വലാ തഅസീം, അവിടെ കുറ്റകൃത്യങ്ങളില്ല, അനാവശ്യങ്ങളില്ല. അപ്പോൾ എല്ലാം സമാധാനമടഞ്ഞ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ പ്രയാസങ്ങളെല്ലാം രക്ഷപ്പെട്ട് അതിൽ നിന്നൊക്കെ മോചനം നേടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിനാണ് എല്ലാ സ്തുതികളും എന്ന് പറഞ്ഞ് കയറി ചൊല്ലുന്ന ഒരു സ്വർഗം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ അള്ളാഹുവിൻ്റെ സമാധാന സന്ദേശം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഒരു സമാധാന കേന്ദ്രം. അതിൽ തിന്നാനും കുടിക്കാനും സുഖമായി ഇരിക്കാനും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. ആ ആഗ്രഹമാണ് സ്വർഗത്തിനെ പറ്റി വിവരിക്കുന്നത്. ആളുകൾ പറയാറുണ്ട് താഴ്വാരങ്ങളിൽ കൂടി അരുവികൾ ഒഴുകുന്ന നല്ല തോട്ടങ്ങൾ, അതൊക്കെ പാരിക്കാൻ വേണ്ടത്, അതൊക്കെ പെടുത്തേന് എത്രയും ഇല്ലേ. പക്ഷേ ഒരു സുഖജീവനത്തെ പറ്റിയുള്ള ഒരു സിമ്പലായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. സലാമുൻ ഖൗലൻ മാ യദ്ദഊൻ വലഹും മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നത് യത്ലുബൂൻ, അവർക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ കിട്ടും. അതിൽ ഫാക്കിഹത്തും കിട്ടും, പഴങ്ങളും കിട്ടും, അതിൻ്റെ പുറമെ എന്തൊക്കെ വേണമോ അതൊക്കെ കിട്ടും. സലാം, സമാധാനം. ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന സമാധാനവും അവർക്കുണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ മേൽ പറഞ്ഞ എല്ലാ സുഖസൗകര്യങ്ങളും പടച്ചോൻ നമുക്ക് ദുനിയാവിൽ തന്നാലും
മനസ്സിന് സമാധാനം കിട്ടുന്ന ആളുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. എല്ലാ പഴങ്ങളും ഭക്ഷണ വസ്തുക്കളും ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. എല്ലാ തോട്ടങ്ങളും തണലുകളും സോഫകളും ജീവിത സൗകര്യങ്ങളും ഭാര്യമാരും ഇണകളും തുണകളും ഒക്കെ ഉണ്ട്. പക്ഷേ സലാമില്ലല്ലോ, മനസ്സമാധാനമില്ലല്ലോ. അങ്ങനെയല്ലേ ജീവിക്കുന്നത്? അതാണ് റബ്ബുർ റഹീം, കരുണാനിധിയായ അള്ളാഹുവിങ്കൽ നിന്നുള്ള സമാധാനം അവർക്ക് കിട്ടും. അന്ന് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസു വേറിട്ട് നിൽക്കുക, അൽ യൗമ ഇന്ന്, അയ്യുഹൽ മുജ്രിമൂൻ അക്രമികളെ കുറ്റവാളികളെ എന്ന് അല്ലാഹു തആല പറയും. അപ്പോൾ അവർ വേറിട്ട് വിശ്വാസികളിൽ നിന്ന്, ഇവിടെ നമ്മളൊക്കെ ഒരുപോലെയാണ് ജീവിക്കുന്നത്. വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ, പകുതി വിശ്വാസിയും പകുതി അവിശ്വാസിയും, അങ്ങനെയും അതുപോലെ പറ്റ നിരീശ്വരവാദികളും എല്ലാ ധിക്കാരികളും എല്ലാ നല്ല മനുഷ്യന്മാരും ഇടകലർന്ന് ജീവിക്കുകയാണ്. അന്ന് അതൊന്നുമില്ല, ഉണ്ടാവില്ല. വംതാസു നിങ്ങൾ വേറിട്ട് നിൽക്കുക, അൽ യൗമ ഇന്ന്, അയ്യുഹൽ മുജ്രിമൂൻ കുറ്റവാളികളെ, അലം അഅ്ഹദ് ഇലൈക്കും നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിരുന്നില്ലേ, യാ ബനി ആദം ആദമിൻ്റെ മക്കളെ മനുഷ്യരെ ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, അല്ലാ തഅ്ബുദു ശൈത്വാൻ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ തീർച്ചയായും അവൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഈ പിശാചിൻ്റെ പിന്നാലെ പോയതല്ലേ? അതല്ലേ നിങ്ങൾക്ക് വന്ന ഗതികേട്? അതുകൊണ്ട് മാറി നിൽക്കുക, വിശ്വാസികൾ സുഖമായി സ്വർഗത്തിൽ കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് അല്ലാഹു തആല പറയും. വഅനി അഅ്ബുദൂനി അല്ലാ തഅ്ബുദു ശൈത്താൻ പിശാചിനെ ആരാധിക്കരുത്, വഅനി അഅ്ബുദൂനി എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ഹദാ സിറാത്തും മുസ്തഖീം ഇതാണ് നേരായ മാർഗം എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? അമ്പിയാക്കന്മാർ മരിച്ചതിൻ്റെ ശേഷം അമ്പിയാക്കന്മാരുടെ അനുയായികൾ പറഞ്ഞു തന്നിരുന്നില്ലേ? അമ്പിയാക്കന്മാരുടെ കാലശേഷം ഉസ്താദുമാരും ഉപദേശികളും ഉമ്മയും ഉപ്പയുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. വലഖദ് അളല്ല മിൻകും ആ പിശാച്ച് നിങ്ങളിൽ നിന്ന് വഴിവഴപ്പിച്ചിട്ടുണ്ട്, ജിബില്ലൻ കസീറ ധാരാളം തലമുറകളെ. ജിബില്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാർ, തലമുറകൾ, ധാരാളം തലമുറകളെ ആ പിശാച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിച്ചിട്ടുണ്ട്, ദലാലത്തിലാക്കിയിട്ടുണ്ട്. അഫലം തകൂനൂ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നില്ലേ? അത് നമുക്ക് ആലോചിച്ചുകൂടായിരുന്നോ? അതുകൊണ്ട് ഹാദിഹി ജഹന്നം ഇതാ നരകം, ഇസ് അല്ലത്തി കുൻതും തുഅദൂൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ആ നരകമിതാ, ഇസ്ലൗഹ അതിൽ കടന്ന് എരിഞ്ഞുകൊള്ളുക. സലാ എന്ന് പറഞ്ഞാൽ കടന്ന് എരിഞ്ഞു എന്നാണ്. അതായത് ചൂടുള്ള ഒരു വസ്തുവിലേക്ക് കടന്നു ചെന്ന് ആ ചൂടിൻ്റെ അസഹ്യമായ അനുഭവത്തിനാണ് സലാ എന്ന് പറയാം. ഇസ്ലൗഹ ആ നരകത്തിൽ നിങ്ങൾ അൽ യൗമ ഇന്ന് നരകത്തിൽ കടന്നെരിഞ്ഞുകൊള്ളുക, ബിമാ കുൻതും തക്ഫുറൂൻ നിങ്ങൾ നിഷേധികളായത് കാരണത്താൽ. അപ്പോൾ വിശ്വാസികളെ നിന്ന് മാറി നിൽക്കാനും നിങ്ങൾ ചെയ്ത കുറ്റം ഇന്നതാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനുമുള്ള ആ ഒരു വചനങ്ങളാണ് അള്ളാഹു ഈ പറഞ്ഞത്. അൽ യൗമ ഇന്ന്, നഖ്തിമു അലാ അഫ്വാഹിഹിം അവരുടെ വായകൾക്ക് നാം ഖിതാമടിക്കും. ഖിതാമ് എന്ന് പറഞ്ഞാൽ സീല്, ഖത്മ് എന്ന് പറഞ്ഞാൽ സീല്, സീലടിക്കും. നഖ്തിമു നാം സീൽ വെക്കും, അലാ അഫ്വാഹിഹിം അവരുടെ വായകളിന്മേൽ. അഫ്വാഹ് ഫമ്, ഫു എന്ന് പറഞ്ഞാൽ വായ, അഫ്വാഹ് വായകളിൽ സീൽ കഴിക്കുക. അത് പൊള്ളു അറിയാൻ പറ്റൂല എന്നർത്ഥം. അവിടെ വെച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയില്ല. ഇന്ന് നമുക്കൊക്കെ വായ കൊണ്ട് നല്ല ഭംഗിയുള്ള നല്ല മനുഷ്യനാക്കി ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കാം. നമ്മുടെ വായ മാത്രം മതി ജനങ്ങളുടെ മുമ്പിൽ നന്നാവാൻ. നല്ല ഉപദേശങ്ങളും നല്ല വർത്തമാനങ്ങളും പറഞ്ഞാൽ ജനങ്ങൾ നമ്മളെ വിശ്വസിക്കും. പക്ഷേ ഉള്ളെന്താന്നുള്ളത് പടച്ചവനല്ലേ അറിയുള്ളൂ. അല്ലാഹു തആല അന്ന് വായകൾക്ക് സീല് വെക്കും. ഒ തുക്കല്ലിമുന നമ്മോട് സംസാരിക്കും. ഐദീഹിം
അവരുടെ കൈകൾ, വതഷ്ഹദു സാക്ഷി നിൽക്കുകയും ചെയ്യും, അർജുലുഹും അവരുടെ കാലുകൾ, ബിമാ കാനൂ യക്സിബൂൻ അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പരലോകം നമുക്ക് രക്ഷപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാതെ കയ്യും കാലും ജുലൂദുകൾ സാക്ഷി നിൽക്കുന്ന വേറെ സൂറത്ത് ഫുസിലത്ത് കാണാം. അവരുടെ നാവുകൾ, അവരുടെ ജുലൂദുകൾ, തൊലികൾ, അതാണല്ലോ ഏറ്റവും വലിയ അവയവം. മനുഷ്യൻ്റെ കയ്യിനേക്കാളും കാലിനേക്കാളും വലിയതും വിശാലമായതും ശരീരം ഒന്നിച്ച് മൂടിക്കിടക്കുന്നതുമായ അവയവമാണ് ജുലൂദ്, നമ്മുടെ തൊലികൾ സാക്ഷി നിൽക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ട് കാണാം. വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹീദ്തും ഹാദാ ലിമ ഷഹീദ്തും അലൈനാ. മനുഷ്യന്മാർ ചോദിക്കും തൊലികളോട്, സ്വന്തം തൊലികൾ സാക്ഷി നിൽക്കും. അപ്പോൾ നമുക്ക് തോന്നും എങ്ങനെ ഈ തൊലി സാക്ഷി നിൽക്കുക, അതിന് നാവും വർത്തമാനവും ചുണ്ടൊന്നും ഇല്ലല്ലോ. അതാ ലിമ ഷഹീദ്തും അലൈന, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷി നിന്നത്? ഖാലു അവർ പറയും, അൽതഖനല്ലാഹുല്ലദീ അൽതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനും സംസാര വൈഭവം നൽകിയ അള്ളാഹു ഞങ്ങളെക്കൊണ്ടും പറയിപ്പിച്ചതാണ്. അപ്പം നമ്മൾ കയ്യോണ്ട് ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ കൈ ശുദ്ധമാണ്, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നാവും ചുണ്ടും വായും നമ്മുടെ മുഖഭാവവും നമ്മുടെ കയ്യും കാലും വേഷവും അവയവവും ഒക്കെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ശുദ്ധനായിട്ട് നിൽക്കാൻ കഴിഞ്ഞേക്കും മരണം വരെ. അതിനൊക്കെ തന്നെയാണ് ജീവിക്കുക. പക്ഷേ നമ്മളെ തൊലികളെ ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഏത് രഹസ്യവും പരസ്യവും നമ്മൾ ചെയ്യുന്നതും നമ്മുടെ മനസ്സിലുള്ളതും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരവയവം നമ്മളെ കൂടെ എപ്പോഴുമുണ്ട്. ആ തൊലികളായിരിക്കും സാക്ഷി നിൽക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ വായകൾക്ക് സീലടിച്ച് കൈകളും കാലുകളും, കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. ബിമാ കാനൂ യക്സിബൂൻ അവർ ചെയ്തു വെച്ചതിനെപ്പറ്റി. വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം ഫസ്തബഖു സിറാത്ത ഫഅന്നാ യുബ്സിറൂൻ. വലൗ നശാഉ നമ്മൾ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ലതമസ്നാ അലാ അയ്യുനിഹിം അവരുടെ കണ്ണുകളെ നാം മായ്ച്ചു കളയുമായിരുന്നു. സംസാരിക്കാൻ പറ്റാത്ത വായക്ക് സീലടിച്ച് സംസാരിക്കാൻ കഴിയാത്ത പോലെ കണ്ണിനെ അല്ലാഹു തആല മായ്ച്ചു കളയുമായിരുന്നു. ഫസ്തബഖു സിറാത്ത അങ്ങനെ അവർ സിറാത്തിലേക്ക്, പാലത്തിലേക്ക്, അള്ളാഹു സ്വർഗത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന സിറാത്തിനാണ് സിറാത്ത് പാലം എന്ന് പറയാം. അള്ളാഹു തആല ഒരു സിറാത്ത് വസ്സിറാത്തു ഹഖുൻ, അള്ളാഹു നിശ്ചയിച്ചുണ്ടാക്കിയ അള്ളാഹുവിൻ്റെ ഒരു മഖ്ലൂക്കാണ് സിറാത്ത്, അത് സത്യമാണ്. അത് എങ്ങനെയാണ് ആ പാലം, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിൻ്റെ മുകളിൽ കൂടി നിങ്ങൾ ഓരോരുത്തരും പോകാതിരിക്കില്ല. അപ്പം നരകത്തിൻ്റെ മുകളിൽ കൂടി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സിറാത്ത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു. പാലെന്നോ അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയും, നേരായ മാർഗം, ഒരു വഴി. ആ വഴിയിലേക്ക് ഫസ്തബഖു അവർ ഓടിച്ചെല്ലും. അതാണ് വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കൈകളെ, കണ്ണുകളെ നാം മായ്ച്ചു കളയും. ഫസ്തബഖു സിറാത്ത അങ്ങനെ സിറാത്തിലേക്ക്, ആ വഴിയിലേക്ക് അവർ ഓടിപ്പോകും. ഫഅന്നാ യുബ്സിറൂൻ അവർക്ക് എങ്ങനെ കാണാനാണ്? ആ വഴിയിൽ കൂടി നടക്കാൻ അവർക്ക് കണ്ണില്ലല്ലോ. അവർ കണ്ണുവട്ടന്മാരായി അല്ലാഹു തആല നരകത്തിലേക്ക് വീഴ്ത്തും. വലൗ നശാഉ ലമസഖ്നാഹും അലാ മക്കാനത്തിഹിം. അപ്പോൾ ഒന്നുകിൽ നാം വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെങ്ങനെ, സത്യനിഷേധികളായ ആളുകൾ ആരാവട്ടെ അവരെ താക്കീത് ചെയ്യാണ്. ഈ താക്കീത് കേട്ട് ഭയപ്പെട്ട് നന്മയിലേക്ക് മടങ്ങാനുള്ള ഉപദേശങ്ങളാണ്. കണ്ണ് പോക്കിക്കളയും. സിറാത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ സിറാത്ത് പാലം അല്ലെങ്കിൽ വഴി, ആ വഴിയിലേക്ക് അവർ ഓടിച്ചെന്ന് നോക്കും. പക്ഷേ അവർക്ക് കണ്ണ് കാണൂല. പിന്നെ വലൗ നശാഉ ലമസഖ്നാഹും അലാ മക്കാനത്തിഹിം, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ ആ സ്ഥലത്ത്, അവർ നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ അവരെ നാം നിശ്ചലരാക്കും.
അസഹ എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ കോലം മാറ്റുക, അവർക്ക് നടക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരെ നിശ്ചലരാക്കി വെക്കും. അലാമക്കാനത്തെയും അവർ നിൽക്കുന്നിടത്ത് തന്നെ അവർക്ക് ഇവിടുന്നാണ്ട് അനങ്ങാൻ കഴിയില്ല. അതാണ് ഫമസ്തത്താവു, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല മുളിയൻ മുന്നോട്ട് പോകാൻ, ഒലായർജവും പിന്നോട്ട് പോകാനും കഴിയില്ല. അങ്ങനെ പ്രതിമകളെപ്പോലെ ആ സ്ഥലത്ത് മനുഷ്യൻ്റെ ചലനമറ്റ രൂപത്തിൽ അവരെ നാം മാറ്റിക്കളയും. അതിനും കഴിയും, പഠിച്ചവന് അതിനൊക്കെ കഴിയും തന്നെ. അള്ളാഹു ഒലൂനഷാഉല തമസ്ന അല അയ്യുനി, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ കണ്ണ് മായ്ച്ച് കളയും. പസ്തബഖുസിറാത്ത, ആ വഴിയിൽ അവർ ഓടിച്ചെല്ലും. ഫ അല്ലായുബ്സിറൂൻ, എങ്ങനെ കാണാനാണ്? അപ്പോൾ കണ്ണില്ലാതെ അവർ കുടുങ്ങിപ്പോകും. ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ പിന്നോട്ട് മടങ്ങാനും കഴിയാതെ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവർ നാം കോലം മാറ്റിക്കളയും. ഫമസ്തത്താഴു മുളിയൻ, മുളിയെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ, മഷിയൻ അലൽ അമാം, മുന്നോട്ട് നടക്കാനോ, വലായർജഊൻ ഇലൽ വറായി, പിന്നിലേക്ക് മടങ്ങാനോ അവർക്ക് സാധിക്കാതെ പോകും. അതാണ് വമൻ നുഅമ്മിറുഹു, അള്ളാഹു ആരെങ്കിലും നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം കൂടുതൽ വയസ്സ് നൽകിയാൽ, ഉമുറ് എന്ന് പറഞ്ഞാൽ വയസ്സ് എന്ന്, അമ്മറ എന്ന് പറഞ്ഞാൽ കൂടുതൽ വയസ്സ്, വയോവാർദ്ധക്യം. വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം വാർദ്ധക്യം കൂടുതൽ നൽകിയാൽ, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവൻ്റെ സൃഷ്ടിപ്പിൽ ഞാൻ പിന്നോട്ട് മടക്കും. കീക്കാൻ തൂക്കാക്കുക പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിയായിരുന്ന കാലത്ത് ഒന്നും അറിയില്ല, കാണാൻ പറ്റൂല, മനസ്സിലാക്കൂല, അങ്ങനെ ഒരു അറിവില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് പിന്നെ വലുതായി വന്ന് ഫജഅൽനാഹു സമീഅൻ ബസീറ, കണ്ണും കേൾവിയും കാഴ്ചയും ഉള്ളവനാക്കി മാറ്റി. ഇനി വയസ്സായിട്ട് വാർദ്ധക്യത്തിൻ്റെ ആ ഒരവസ്ഥ വരുമ്പോൾ ജീവിതം തന്നെ കേൾക്കാത്തൂക്കായി മാറും. അറുതലിൽ ഉമർ എന്ന് പറയും. അറുതലിൽ ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഇസ്തിആനത്ത് നടത്തിയിരുന്ന, രക്ഷ തേടിയിരുന്ന ഒരു കാര്യമാണ് അറുതലുൽ ഉമർ, വയോവാർദ്ധക്യം. അതായത് ഒന്നും മനസ്സിലാവില്ല, ഒന്നും കേൾക്കൂല, ഒന്നും കാണാനും കഴിയില്ല, ഇബാദത്ത് ചെയ്യാനും പറ്റൂല, അനങ്ങാനും കഴിയില്ല, അങ്ങനെ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്ന ഒരവസ്ഥ. ഒമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം വയസ്സ് വയോവാർദ്ധക്യത്തിലേക്ക് എത്തിച്ചാൽ, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവൻ്റെ സൃഷ്ടിപ്പിൽ നാം അവനെ കീഴ്ക്കാൻ തൂക്കാക്കി മറിക്കും എന്ന് പറഞ്ഞാൽ പിന്നോട്ട് മറിക്കും. അഫലാ യഅഖിലൂൻ, അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഇതൊക്കെ മനുഷ്യന് കാണുന്നതാണല്ലോ. അങ്ങനെയുള്ള വയസ്സ് വന്ന് നമുക്കൊന്നും അറിയാത്ത കുട്ടിയെപ്പോലെ ഇരിക്കുന്നൊരവസ്ഥ അവർ കാണുന്നില്ലേ? ഇതൊക്കെ മനുഷ്യൻ കഴിവില്ലാത്തവനാണ്. അള്ളാഹു ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മനുഷ്യനൊരു കഴിവുമില്ല. അള്ളാഹു നമുക്ക് നൽകിയ കഴിവ് കൊണ്ട് നമ്മൾ അഹങ്കരിക്കാതെ വിനയത്തോടുകൂടി ജീവിക്കണം. മനുഷ്യന്മാർ ചിലപ്പോൾ ഒന്നുമല്ലാത്തവരായി മാറും എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകളിൽ കൂടി. ഏതായാലും ഇതിപ്പോൾ ഇന്ന് തീരൂല തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരായത്തു കൂടി, വമാ അല്ലംനാഹു ശഇർ, മാ അല്ലംനാഹു, ആ നബിയെ, ആ പ്രവാചകനെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അശ്ശഇറ, കവിത പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴും ഇത് കേട്ടിരുന്ന ഖുറൈശ് മുശ്രിക്കീങ്ങൾ എന്താ പറയുക? ഇത് ഇവങ്ങനെ പ്രാസം ഒപ്പിച്ച് കുറേ പാട്ട് പാടിത്തരുന്നു എന്നതാണ്. അവർ കേട്ടത് അതാണ്. നല്ല ആശയങ്ങളോടുകൂടി പ്രാസം ഒപ്പിച്ചുള്ള കാവ്യരചനകൾ അവർ കേട്ടിട്ടുണ്ട്. ഖുർആനിൻ്റെ മുമ്പ് വളരെ വളരെ ഉന്നത ഭാഷാ കഴിവുകൾ രേഖപ്പെടുത്തിയ ചരിത്രം ഇന്നും അറബി ഭാഷയുടെ ഏറ്റവും ഉന്നത പ്രയോഗങ്ങളാണെന്ന് രേഖപ്പെടുത്തിയ ജാഹിലിയ കവിതയുണ്ട്. ജാഹിലിയ അറബ് സമൂഹം വലിയ കവികളായിരുന്നു. എല്ലാവരും, സഹാബികൾ വരെ വലിയ വലിയ കവികളായിരുന്നു. അവർ കവിത ഒന്നും എഴുതാൻ ആലോചിച്ചുണ്ടാക്കൊന്നും വേണ്ട. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവായത്ത് റളിയല്ലാഹു അൻഹു, നബി തന്നെ ചിലപ്പോൾ നല്ല പ്രാസത്തിലുള്ള വാക്കുകൾ പറഞ്ഞിരുന്നു. പക്ഷേ നബി ഒരു കവിത ചൊല്ലിയിട്ടില്ല. എന്നാലും ചില വാക്കുകളൊക്കെ വളരെ പ്രാസത്തിൽ നബി പറഞ്ഞിരുന്നതായിട്ട് കാണാം. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിച്ച ധാരാളം കവിതകളുണ്ട്.
അതായത് പ്രാസമൊപ്പിച്ച് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഭാഷാപ്രയോഗങ്ങൾ. അതാണല്ലോ ചില ഭാഷാപ്രയോഗങ്ങൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാവ്യാത്മകമായ ഭാഷ കൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കും. അങ്ങനെയുള്ള സ്വാധീനിച്ച ഉംറുൽ ഖൈസ്, തറഫ, സുഹൈർ ബിൻ അബി സൽമ, അംർ ബിൻ കുൽസൂം, നാബിഗത്ത്, ഇങ്ങനെ ഒരുപാട് കവികൾ, അറിയപ്പെട്ട കവികളുണ്ടായിരുന്നു അറബ് നാട്ടിൽ. അവരുടെ കവിതകൾ അവർ എഴുതിയിട്ട് കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കവികളുടെ കവിതകൾ അവർ എഴുതി രേഖപ്പെടുത്തി കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നു. എന്തിനാ കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നത്? മുന്തിയ സാധനമൊക്കെ ജാഹിലിയാക്കൾ കഅബയിലാണ് കെട്ടിത്തൂക്കുക. അപ്പോൾ അത്രമാത്രം അവർ ആദരിച്ചിരുന്നവരായിരുന്നു കവികൾ. ഒരു ഗോത്രത്തിലൊരു കവി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗോത്രം അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. രാജാക്കൾ പോലും കവികളെ സ്വാധീനിച്ചിരുന്നു. കവികൾക്ക് വലിയ പാരിതോഷികങ്ങൾ കൊടുത്ത് കവികളെ പോറ്റി വളർത്തിയിരുന്നു രാജാക്കളൊക്കെ. കാരണം കവിതയ്ക്ക് വലിയ സ്വാധീനം ഉണ്ട് അവരുടെ, പ്രത്യേകിച്ചും ആ നാടോടികളായ അറബികൾക്ക്. അപ്പോൾ ആ കവിയാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നതിന് അള്ളാഹ് പറയാം അല്ലംനാഹു ഷെയ്റ, അദ്ദേഹത്തിന് ഞാൻ കവിത പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. ഷെയ്ർ സീനിന് ഫതഹാണെങ്കിൽ രോമം മുടി എന്നർത്ഥം. ഷെയ്ർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. ഉമായംബഗീലഹു, അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല. ഒരു പ്രവാചകന് കവിയാകുക എന്നുള്ളത് യോജിച്ച കാര്യമല്ല. ഇൽ ഹുവ ഇല്ലാ ദിക്റുൻ, എന്നാൽ ഈ ഖുർആൻ ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. വ ഖുർആനും മുബീൻ, വ്യക്തമായി പാരായണം ചെയ്യുന്ന ഒരു രേഖയും ഉത്ബോധനവുമല്ലാതെ ഇത് കവിതയൊന്നുമല്ല. കവിതയെന്ന് പറഞ്ഞിട്ട് നിങ്ങളിതിനെ തള്ളിക്കളയേണ്ടതില്ല. ലിയുന്ദിറ, ഈ ഖുർആൻ വന്നത് ലിയുന്ദിറ, താക്കീത് നൽകാനാണ്. മൻ കാന ഹയ്യൻ, ജീവനുള്ള ഒരാൾക്ക്, അതായത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാനുള്ള ജീവസുറ്റ ഒരാൾക്ക് താക്കീത് ചെയ്യാനാണ്. വയഹൈക്കൽ ഖൗലു അലൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്യാനുള്ളതാണ് ഖുർആൻ. ഇതിനെ നിഷേധിച്ചാൽ പഠിച്ചവൻ്റെ ശിക്ഷ കിട്ടും. അതല്ല, ഇത് ജീവനുള്ളവർ എന്ന് പറഞ്ഞാൽ, ജീവനുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആലോചിക്കുന്ന, ചിന്തിക്കുന്ന, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്നാണല്ലോ. ചിന്തിക്കാത്ത ഹൃദയം, കാണാത്ത കണ്ണ്, കേൾക്കാത്ത കാത്, അതൊക്കെ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. കാതുണ്ട് പക്ഷെ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. കൽബുണ്ട്, ചിന്തിക്കേണ്ട കാര്യം ചിന്തിക്കൂല. അതുപോലെ കണ്ണുണ്ട്, കാണേണ്ടത് കാണൂല. അവർ മൃഗങ്ങളെപ്പോലെയാണ്. അതല്ലാതെ കേൾക്കുകയും കാണുകയും അതിൽ നിന്ന് നല്ലത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ജീവനുള്ളവർക്ക് താക്കീത് നൽകാനാണ് വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ. എന്നാൽ ഇതൊന്നും കേൾക്കുകയും കാണുകയും ചെയ്യാത്ത നിഷേധികൾക്ക് അൽ ഖൗൽ, അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം, അതായത് ശിക്ഷയുടെ വചനം, അത് സ്ഥിരപ്പെടുവാനുമാണ് ഖുർആൻ. ഒക്കെ മുശ്രിക്കീങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആനിൻ്റെ അനുയായികൾ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ പറയുന്ന ഉപദേശങ്ങളാണ്. ഇതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇവർക്കുള്ള ശിക്ഷയിൽ നമ്മളും പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.